ഇറാനിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഷിയ മുസ്ലിങ്ങളാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന റിച്വൽസിൻ്റെ രീതിയും ഒക്കെ തന്നെ ഇവിടുത്തെ ഈ ഭൂരിപക്ഷം വരുന്ന സുന്നി മുസ്ലിങ്ങളുമായി പൊരുത്തപ്പെടാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഞാൻ കരുതുന്നത് ഈ സാധാരണഗതിയിൽ ഇതുപോലുള്ള ആത്മീയ നേതാക്കന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലുൾപ്പെടെ അല്ലെങ്കിൽ മിക്കവാറും രാജ്യങ്ങളിലൊക്കെ ആളുകൾ അതിനോട് അവരോടുള്ള ഒരു ആദരവ് എന്നുള്ളതിൽ ഈ മരണാനന്തര പ്രാർത്ഥന നമസ്കാരമൊക്കെ നടത്തും. പക്ഷേ അത് ഖമൈനിയുടെ കാര്യത്തിൽ ഇവിടെയൊന്നും ഉണ്ടാവാത്തതിൻ്റെ കാരണം അത് അങ്ങനെ നിർവഹിക്കേണ്ട, സ്വർഗത്തിൽ പോകും എന്ന് വിശ്വസിക്കാത്ത വലിയ വിഭാഗം മനുഷ്യരാണ്. അപ്പോൾ യുദ്ധവിരുദ്ധ വികാരം എന്നുള്ളത് അവരുടെ വിശ്വാസമോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസമോ ഒന്നുമായി ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമല്ല. മറിച്ച് ഇന്നുണ്ടാകുന്ന യുദ്ധങ്ങൾക്കും മുഴുവൻ അടിസ്ഥാനം സയനിസത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും താല്പര്യമാണ്. അവർ വെനിസ്വേല ആയാലും അവർക്ക് പ്രശ്നമില്ല, ക്യൂബ ആയാലും പ്രശ്നമില്ല, ഇറാനായാലും പ്രശ്നമില്ല, അഫ്ഗാനിസ്ഥാനായാലും പ്രശ്നമില്ല. അവർക്ക് അവിടെയുള്ള ഭൂപ്രദേശവും അവിടെ സമ്പത്തും അവരുടെ കയ്യിലേക്ക് വരിക എന്നുള്ളത്. ആ എണ്ണ മാത്രമല്ല, എണ്ണ ഒരു വശത്ത് എണ്ണയാണെങ്കിൽ മറുവശത്ത് മറ്റു രീതിയിലുള്ള പല രീതിയിലുള്ള താല്പര്യങ്ങളുമാണ്.